പീരീഡ്സിൻ്റെ സമയത്തുള്ള അധിക വേദനയുടെ വൺ ഓഫ് ദ റീസൺ ആണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്താണ്? എൻഡോമെട്രിയോസിസിനെ കുറിച്ചുള്ള അവയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് പ്രോബ്ലമാറ്റിക് ആണോ? നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒന്നാണ് എൻഡോമെട്രിയോസിസ്. 10 പേരിൽ ഒരാൾക്ക് ഇത് കണ്ടുവരുന്നു. പക്ഷേ 8-10 വർഷം എടുത്തിട്ടാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡിലേ ഇൻ ഡയഗ്നോസിസ്. ഓൾറെഡി കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്ന ശേഷമാണ് ഇപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ സമൂഹം പീരീഡ്സ് പെയിനെ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ. എന്താണ് എൻഡോമെട്രിയോസിസ്? യൂട്രസിന് 3 ലെയറാണുള്ളത്. ഔട്ട്സൈഡ് ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ. ഇന്നർ ലെയറാണ് എൻഡോമെട്രിയം. അതിലാണ് എല്ലാ മാസവും ഹോർമോണൽ ചേഞ്ച് നടന്ന് പീരീഡ്സ് ആയിട്ട് പുറത്തു പോകുന്ന ലെയർ. ഈ ലെയർ യൂട്രസിന് പുറത്തെവിടെയെങ്കിലും ഇരിക്കുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് വെറുതെ പുറത്തിരിക്കുക മാത്രമല്ല, അവിടെ ഇരുന്ന് ഹോർമോണിലെ ആക്ട് ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതാണ് ഈ കണ്ടീഷൻ. ഇതിപ്പം ഓവറിയിലാകാം, ട്യൂബിലാകാം, കുടലിലാകാം, മൂത്രഞ്ചിയിലാകാം, എവിടെ വേണമെങ്കിലും ആകാം. ഇത് ഏത് ഓർഗനിലാണോ ഇരിക്കുന്നത്, കാലക്രമേണ ആ ഓർഗനെ ഡാമേജ് ചെയ്യുന്നു. സോ എൻഡോമെട്രിയോസിസിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഏർലി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാം.